They're poisoning the blood of our country. That's what they've done. They poison mental institutions and prisons all over the world, not just in South America, not just the 3 or 4 countries that we think about. അവർ നമ്മുടെ രാജ്യത്തിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നു. നിയമാനുസൃതമായ രേഖകളില്ലാതെ രാജ്യത്തെത്തുന്ന കുടിയേറ്റക്കാരെക്കുറിച്ച് ന്യൂ ഹാംഷെയറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ US മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമാണിത്. ഈ വാക്കുകളെ അഡോൾഫ് ഹിറ്റ്ലറുടെ വാക്കുകളുടെ പ്രതിധ്വനി എന്നാണ് യേൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറും എഴുത്തുകാരനുമായ ജോനാഥൻ സ്റ്റാൻലി വിശേഷിപ്പിച്ചത്. തന്റെ കുടിയേറ്റ വിരുദ്ധതയും വംശീയ നിലപാടുകളും മറവുകളില്ലാതെ പ്രകടിപ്പിക്കുന്നതിൽ ട്രംപ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരേ സമയം വെറുക്കപ്പെട്ടവനും സ്വീകാര്യനുമായി മാറിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. സംരക്ഷണവാദത്തിലൂടെ വെറുപ്പിന്റെ ചിന്തകൾ പാകി വളർത്താൻ ട്രംപിനോളം കഴിവ് മറ്റാർക്കുമില്ല. അതിനാലാണ് ഇസ്ലാമോഫോബിയ ആളിക്കത്തിച്ച് അധികാരത്തിലെത്താൻ ട്രംപിന് കഴിഞ്ഞതും. ചരിത്രം അല്പം പുറകോട്ട് മറിച്ചു നോക്കിയാൽ പക്ഷേ ട്രംപിനെയും ഒരു കുടിയേറ്റക്കാരനായി കാണേണ്ടി വരും. മാതാപിതാക്കളായ ഫ്രണ്ട് ട്രംപിന്റെയും മേരി ആൻ മാക്ലിയോഡിന്റെയും പിതാക്കന്മാർ ജർമ്മൻ കുടിയേറ്റക്കാരായിരുന്നു. 1946 ജൂൺ 14 ന്യൂയോർക്ക് സിറ്റിയിലെ ക്യൂൻസിൽ ഉള്ള ജമൈക്ക ഹോസ്പിറ്റലിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ജനനം. ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെയും സാദാ വീട്ടമ്മയുടെയും മകനായി ജനിച്ച ട്രംപിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ക്യൂ ഫോറസ്റ്റ് സ്കൂളിലായിരുന്നു. 13-ാം വയസ്സിൽ സ്വകാര്യ ബോർഡിംഗ് സ്കൂളായ ന്യൂയോർക്ക് മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു. തുടർന്ന് ഫോർഡാം സർവകലാശാലയിലും പിന്നീട് പെൻസിൽവാലി സർവകലാശാലയിലുമായി പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് ഫോർഡാം സർവകലാശാലയിലും പിന്നീട് പെൻസിൽവാലി സർവകലാശാലയിലുമായി പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 1968 ബിരുദം നേടിയ ട്രംപ് 73-ലും 76-ലും ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പ്രൊഫൈലുകളിലെ തന്റെ ക്ലാസ്സിൽ 1ാമത് ബിരുദം നേടിയെന്ന തെറ്റായ പരാമർശം വിവാദങ്ങൾക്ക് കാരണമായി. അതോടെ ട്രംപ് തന്റെ അനുവാദമില്ലാതെ അക്കാദമിക് രേഖകൾ വെളിപ്പെടുത്തില്ലെന്ന് ഉറപ്പിച്ചു. വിജയം വരുന്നത് പരാജയത്തിൽ നിന്നാണ്, ശരിയായ ഉത്തരങ്ങൾ മനഃപ്പാടമാക്കുന്നതിൽ നിന്നല്ല എന്ന് വിശ്വസിച്ചിരുന്ന ട്രംപിന്റെ ബിസിനസ് കരിയർ തുടങ്ങുന്നത് പിതാവിനൊപ്പം ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ്. ട്രംപിന്റെ ബിസിനസ് ബോധവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ താൽപ്പര്യവും പിതാവിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതാണെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. 1980-കളിൽ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ഇടപാടിലൂടെ കൊമോഡോർ ഹോട്ടലിനെ പാപ്പരത്വത്തിൽ നിന്ന് രക്ഷിച്ച് ഇന്നത്തെ അറിയപ്പെടുന്ന ഹോട്ടൽ ശൃംഖലയായ ഗ്രാൻഡ് ഹയാത്താക്കി മാറ്റിയതിന്റെ പിന്നിലെ ബുദ്ധികൂർമ്മതയും മറ്റൊന്നല്ല. 1983-ലാണ് മിഡ്ടൗൺ മാൻഹട്ടനിലെ 68 നിലകളുള്ള ട്രംപ് ടവറിന് അടിവരയിട്ടത്. ട്രംപിന്റെ വിവാഹ ജീവിതവും ഏറെ കോലാഹലങ്ങൾ നിറഞ്ഞതായിരുന്നു. 1977-ൽ ചെക്ക് മോഡലായ ഇവാന സെൽനിക്കോവയെ വിവാഹം കഴിച്ചു. നടി മാർല മാപ്പിൾസുമായുള്ള ട്രംപിന്റെ ബന്ധത്തെ തുടർന്ന് ആ ദമ്പതികൾ വിവാഹമോചനം നേടി. 1993-ൽ ട്രംപും മേപ്പിൾസും വിവാഹിതരായെങ്കിലും 1999-ൽ വിവാഹമോചനം നേടി. 2005-ൽ സ്ലൊവേനിയൻ മോഡലായ മെലാനിയ നൗസിനെ ട്രംപ് വിവാഹം കഴിച്ചു. 16ഓളം സ്ത്രീകളാണ് ട്രംപിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജീൻ കരോൾ എന്ന എഴുത്തുകാരി വൈ ഡു വി നീഡ് മെൻ ഫോർ എന്ന പുസ്തകത്തിൽ ട്രംപിനെതിരെ നടത്തിയ ലൈംഗിക ആരോപണത്തിൽ ട്രംപിന്റെ പ്രതികരണം ഏറെ വിവാദമായിരുന്നു. ജീൻ കരോൾ തനിക്ക് താല്പര്യം തോന്നുന്ന തരം സ്ത്രീയല്ലെന്നും അതിനാൽ പീഡനം നടക്കില്ലെന്നും ജീൻ കരോൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ ആദ്യ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് ട്രംപ് കുറിച്ച വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അവൾ അതിശയകരവും സുന്ദരിയുമായ ഒരു സ്ത്രീയായിരുന്നു. മഹത്തായതും പ്രചോദനാത്മകവുമായ ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. അവളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് തന്റെ ആദ്യ ഭാര്യയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. 2015-ൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ താൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് 2016-ലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ചുമതലയേറ്റു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പും നയങ്ങളും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മുൻ സൈനിക പരിചയമോ ഭരണപരിചയമോ ഇല്ലാത്ത പ്രസിഡന്റിന്റെ പല അഭിപ്രായങ്ങളും പ്രവൃത്തികളും വംശീയ വിദ്വേഷത്തിനും സ്ത്രീ വിരുദ്ധതയും നിറഞ്ഞതായിരുന്നു. മാത്രമല്ല തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തുന്നതിന് അദ്ദേഹത്തിന് മടിയേ ഉണ്ടായിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തുക, US മെക്സിക്കോ അതിർത്തിയിൽ മതിൽ പണിയുന്നതിന് സൈനിക ധനം വകമാറ്റുക, തടവിലാക്കപ്പെട്ട കുടിയേറ്റക്കാർക്ക് കുടുംബ വേർപിരിയൽ നയം നടപ്പാക്കുക,
പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുക തുടങ്ങി തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ് ട്രംപ് നടപ്പാക്കി വന്നതെല്ലാം. ഒബാമ ജനിച്ചത് അമേരിക്കയിലല്ല എന്ന ട്രംപിന്റെ പരാമർശം വിദ്വേഷം പരത്തുന്നതാണെന്നും അത് ഒരിക്കലും പൊറുക്കില്ല എന്നുമാണ് മിഷേൽ ഒബാമ തന്റെ ഓർമ്മക്കുറിപ്പായ ബിക്കമിങ്ങിൽ കുറിച്ചിരിക്കുന്നത്. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് തന്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്. അധികാര ദുർവിനിയോഗം നടത്തിയതിനും US കോൺഗ്രസിനെ തടസ്സപ്പെടുത്തിയതിനുമായിരുന്നു ആദ്യത്തെ ഇംപീച്ച്മെന്റ്. കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നതായിരുന്നു രണ്ടാമത്തെ ഇംപീച്ച്മെന്റിന്റെ കാരണം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റുമാരിൽ ഒരാളായാണ് ചരിത്രകാരന്മാർ ട്രംപിനെ വിലയിരുത്തുന്നത്. തന്റെ ആക്രമണോത്സുക രാഷ്ട്രീയ ശൈലിയിലൂടെ സാധാരണക്കാരെയും തൊഴിലാളികളെയും ആകർഷിക്കാൻ ട്രംപിന് കഴിയുന്നുണ്ടെങ്കിലും വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ പിന്തുണ കുറഞ്ഞു വരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നതും ചിന്തനീയമായ കാര്യമാണ്. Tomorrow we're going to win New Hampshire and then we're going to defeat. സ്ഥാനാർത്ഥിത്വ പ്രതീക്ഷകൾ സജീവമായി നിലനിർത്തിയ ഇന്ത്യൻ വംശജയായ നിക്കി ഹേലിയെയും വംശീയ അധിക്ഷേപത്തിൽ നിന്നും ഒഴിവാക്കാതെയാണ് ട്രംപിന്റെ പ്രചാരണം. നിക്കിയുടെ മാതാപിതാക്കൾ വിദേശികളായതുകൊണ്ട് US പ്രസിഡന്റാകാൻ അവർക്ക് യോഗ്യതയില്ലെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. I find in life you can't let people get away with bullshit, okay? You can't. You just can't do that. And when I watched her in the fancy dress that probably wasn't so fancy come up, I said, "What's she doing? We won." And she did the same thing last week, but he was much more angry about it than I was. I said, "Get up there and you let him know. We are going to win this. We have no choice. If we don't win, I think our country is finished. I do. I believe our country is finished." ലോകമുറ്റുനോക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2024 നവംബർ 5 നടക്കുമ്പോൾ ഇന്ത്യക്കും അത് വളരെ നിർണായകമായ ഒരു വിധിയായി.